പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവജനമായിട്ട് ഞങ്ങളുടെ സ്നേഹിതരുടെ മുൻപിൽ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവിന്റെ നാമം മഹത്വമെടുക്കട്ടെ. ഈ ദിവസങ്ങളായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം ഒരു അധ്യക്ഷൻ അഥവാ ഒരു പാസ്റ്റർ അറിഞ്ഞിരിക്കേണ്ടതായ പ്രത്യേക ബൈബിൾ സൂചനകളെ കുറിച്ചാണ്. ബൈബിളിലൂടെ ഒരു പാസ്റ്ററെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന, ഒരു അധ്യക്ഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എന്തെല്ലാം കാര്യമാണ്, അതാണ് പഠിക്കാനായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച വിഷയം ഒരു അധ്യക്ഷൻ അവൻ ദൈവ മനുഷ്യനായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു അധ്യക്ഷൻ, ഒരു ഇടയൻ, അവൻ സ്ഥാനാപതിയാണ് എന്നുള്ള വസ്തുത അറിഞ്ഞിരിക്കണം. നാം ആരാണ് എന്നുള്ള യഥാർത്ഥമായിട്ടുള്ള ബോധം നമ്മളിൽ ഉണ്ടാകുകയും അതനുസരിച്ച് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരിക്കണം എന്നാണ് തിരുവചനത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ അതിനാധാരമായിട്ട് ഒരു തിരുവചന ഭാഗം വായിക്കാം. 2 കൊരിന്ത്യർ 5:20. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാധിപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. വചനം മാന്യ സ്നേഹിതരെ ശ്രദ്ധിച്ചു എന്ന് ചിന്തിക്കട്ടെ. അപ്പോ ഒരു അധ്യക്ഷൻ അല്ലെങ്കിൽ ഒരു ഇടയൻ സ്ഥാനാപതിയാണ് എന്നുള്ള വസ്തുതയാണ് ബൈബിൾ നമുക്ക് നൽകുന്ന സൂചന. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മുന്നറിയിപ്പ്. ഇവിടെ പറയുന്നത് ദൈവത്തോട് നിരന്നുകൊള്ളുക, ഒരു നിരപ്പിന്റെ ശുശ്രൂഷ കൂടിയാണ്. ദൈവത്തെങ്കിലേക്ക് മനുഷ്യനെ നിരപ്പിക്കുവാൻ വേണ്ടി, ദൈവത്തിങ്കിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ട ഉത്തരവാദിത്തോട് അല്ലെങ്കിൽ അതിനു വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെന്നാണ്. 5:19 നമ്മൾ വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ 5:19, ഈ നിരപ്പിന്റെ വചനം ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇത് അപ്പോസ്തലന്മാരെ ഫലമേൽപ്പിച്ച ആ ശുശ്രൂഷയുടെ പിന്തുടർച്ചയായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മളിത് മറന്നു കളയാൻ പാടില്ല. അപ്പോസ്തലന്മാർ ചെയ്യുന്ന പ്രവൃത്തി പോലെ തന്നെ, ചെയ്ത പ്രവൃത്തി പോലെ തന്നെ നാം അത് നിറപിടിയായിട്ട് നിറവേറ്റേണ്ടതാണ്. അവരാണ് നമ്മുടെ ആത്മീയ പിതാക്കന്മാര് എന്ന് വേണ്ടി വന്നാൽ പറയാം. അപ്പോസ്തലന്മാരൊഴികെ മറ്റ് ഓരോ കാലങ്ങളിൽ പിതാക്കന്മാരെന്ന് പറഞ്ഞ്, പ്രവാചകന്മാരെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നവരെ നാം ഒരിക്കലും അംഗീകരിക്കേണ്ട കാര്യമില്ല. നമുക്ക് അംഗീകരിക്കാനുള്ളത് കർത്താവായ യേശുവിനെയും അപ്പോസ്തലന്മാരെയുമാണ് നാം അംഗീകരിക്കേണ്ടത്. അപ്പോസ്തലന്മാരിലൂടെയാണ് കർത്താവ് തന്റെ വചനം തന്റെ സഭയ്ക്ക് നൽകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ നിരപ്പിന്റെ വചനം ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നുവെന്ന് അപ്പോസ്തലന്മാർക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുണ്ടായിരുന്നു. അതവർ നിറവേറ്റിക്കൊണ്ടിരുന്നു. അപ്പൊ നമ്മള് ഓർക്കുക, നമ്മളും അംബാസഡറാണ് അല്ലെങ്കിൽ സ്ഥാനാപതിയാണ്. എന്താണ് സ്ഥാനാപതി? നമ്മൾ സ്ഥാനാപതി, അംബാസഡർ എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ദിനപത്രങ്ങളിലൂടെ ഒക്കെ വായിക്കാറുണ്ട്. എന്താണ് ഈ സ്ഥാനാപതി?
ഞാന് ഈ മലയാളം ശബ്ദ താരാവലി എന്ന പുസ്തകത്തിൽ നോക്കിയപ്പോൾ സ്ഥാനാപതി എന്ന വാക്കിന് അർത്ഥം അവർ കൊടുത്തിരിക്കുന്നത് നയതന്ത്ര പ്രതിപുരുഷൻ. നയതന്ത്ര പ്രതിപുരുഷൻ. എന്താണ് നയതന്ത്ര പ്രതിപുരുഷൻ അഥവാ സ്ഥാനാപതി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? നയതന്ത്ര പ്രതിപുരുഷൻ, നയതന്ത്രം. അതിന് ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം രാജ്യഭരണവുമായി ബന്ധപ്പെട്ട ഉപായം, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം അഥവാ സന്ധി അഥവാ ഉടമ്പടി, രാജ്യഭരണവുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങൾ അത് വിനിയോഗിക്കുവാൻ, വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാൻ വേണ്ടി നിയമിക്കപ്പെട്ടവരാണ്. പ്രതിപുരുഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രതിനിധി എന്ന് തന്നെയാണ്. അപ്പോൾ നയതന്ത്രം എന്ന് പറഞ്ഞാൽ രാജ്യസംബന്ധമായ ഏതു രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നുവോ, ഏതു രാജ്യമാണോ അയച്ചത് ആ രാജ്യത്തിന്റെ പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന വ്യക്തി. ഹല്ലേലൂയ. അപ്പോൾ നമ്മെ ഏൽപ്പിച്ച ഡ്യൂട്ടി ഗൗരവമുള്ളതാണ്, നമ്മുടേതല്ല, നമ്മെ ഏൽപ്പിച്ചതാണ്. അത് നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചവന്റെ ആ രാജ്യത്തിന്റെ, ആ രാജാവിന്റെ പദ്ധതിക്കനുസരിച്ചുള്ളതായിരിക്കണം. അതിലൽപ്പം പോലും വ്യതിചലിക്കാൻ പാടില്ല. കൂട്ടുവാനോ കുറയ്ക്കുവാനോ ഒരിക്കലും എനിക്കും നിങ്ങൾക്കും അവകാശം ഇല്ല. നമ്മളെ അയച്ച രാജ്യം ഏതാണോ, നമ്മളെ അയച്ച രാജാവ് ഏതാണോ, ആ രാജ്യത്തിന് യോഗ്യമാമണ്ണം, ആ രാജാവിന് യോഗ്യമാമണ്ണം നാം പ്രവർത്തിച്ചില്ലെങ്കിൽ ദൈവത്തിന് സ്വർഗീയ സ്ഥാനാപതികളായി എനിക്കും നിങ്ങൾക്കും പ്രവർത്തിപ്പാനായിട്ട് കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിന്റെ ഒരു 3 കാര്യങ്ങൾ മാത്രമായി ഇന്ന് ഞാൻ സൂചിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഒന്നാമതായിട്ട് സ്ഥാനാപതി ആരാണെന്ന് മനസ്സിലായല്ലോ. ഒരു രാജ്യം മറ്റു രാജ്യത്തിലേക്ക് അയച്ചിരിക്കുന്ന ഈ അയക്കപ്പെട്ട രാജ്യത്തിന്റെ പ്രതിനിധിയായി രാജ്യത്തിനു വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയായിരിക്കണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം പറയാനല്ല ഒരു പാസ്റ്ററെ അല്ലെങ്കിൽ ഒരു ഇടയനെ, ഒരു അധ്യക്ഷനെ ദൈവം നിയമിച്ച് ആക്കിയിരിക്കുന്നത്. നാം ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയാണ്. നമുക്ക് ഈ ഭൂമിയിൽ, നാം വസിക്കുന്ന ഭൂമിയിൽ പൗരത്വം ഉള്ളതുപോലെ തന്നെ നാം സ്വർഗീയ പൗരന്മാരുമാണ്. 2 രാജ്യത്തിന്റെ പൗരത്വം സാധ്യമോ എന്ന് ചോദിച്ചാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, ഫിലിപ്പിയർ 3:20 നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ ആകുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ നാം സ്വർഗീയ പൗരന്മാരാണ് എന്നുള്ള ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. ഒരു സ്ഥാനാപതിയെ ഒരു രാജ്യം അയക്കുമ്പോൾ തന്നെ ഏതു രാജ്യം അയച്ചുവോ ആ രാജ്യത്തിന്റെ പ്രതിനിധിയാണ് എന്നുള്ള ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഒന്നാമത് അറിഞ്ഞിരിക്കേണ്ട കാര്യം, തന്നെ അയച്ച ഒരു രാജ്യമുണ്ട്. അതുകൊണ്ട് തനിക്ക് വേണ്ടിയല്ല, ആ രാജ്യത്തിന് വേണ്ടിയാണ് താൻ നിലകൊള്ളേണ്ടത്. ആ രാജ്യത്തിന് വേണ്ടിയാണ് താൻ പ്രവർത്തിക്കേണ്ടത്. ആമേൻ. അപ്പോൾ നാം
നമ്മെ അയച്ച ഒരു രാജാവുണ്ട്. നമുക്കറിയാം എല്ലാ മനുഷ്യരെയും ഈ ഭൂമിയിൽ വരാൻ കാരണം സ്വർഗീയ പിതാവ് തന്നെയാണ്. അവരിൽ നിന്ന് സെലക്ട് ചെയ്ത് ചിലരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആ രാജ്യത്തിന്റെ സന്ദേശം അറിയിക്കുവാനും ആ രാജ്യത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ മടക്കിക്കൊണ്ടുവരുവാനും അവരെ നേരായ പാതയിൽ നടത്തുവാനും. നേരായ പാതയിൽ എന്നുള്ളത് വളരെ ഉറക്ക പറയേണ്ട കാര്യമാണ്. കാരണം ഇന്ന് സഭാ നേതാക്കന്മാര് അവരെ യഥാർത്ഥമായിട്ട് നമ്മളൊന്ന് വിലയിരുത്തിയാൽ ദൈവവചനത്തിന് ഘടക വിരുദ്ധമാ അവരുടെ പ്രസ്ഥാനങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മുക്കാൽ ഭാഗവും. എന്ന് പറഞ്ഞാൽ ഏതൊരു സംഘടന എടുത്താലും, ഞാനത് പിന്നാലെ വരുന്ന ദിവസങ്ങളിൽ അത് വിശദീകരിക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ തൊട്ട് പറയുന്നത്. ഏതൊരു സംഘടന എടുത്താലും ആ സംഘടനയിലെല്ലാം കുറഞ്ഞത് ഒരു 60% ദൈവവചനത്തിന് വിരുദ്ധമായിട്ടാണ് ആ സംഘടനയുടെ നിയമങ്ങളും ആ സംഘടനയുടെ മുൻപോട്ടുള്ള ഗമനവും എന്ന് വ്യക്തമായിട്ട് തെളിവ് തരുവാൻ കഴിയും. അതിന്റെ എല്ലാ രേഖകളും എല്ലാ തെളിവുകളും ഇന്ന് ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മെ നിയമിച്ചാക്കിയ ഒരുവനുണ്ട്, നമ്മെ പറഞ്ഞുവിട്ട ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഇന്നുള്ള ആത്മീയ സംഘടന എന്ന് അഭിമാനിക്കുന്ന പലരും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ ഇലക്ഷൻ ആകട്ടെ, അവരുടെ ഓരോ നിമിഷങ്ങളിലുള്ള മുൻപോട്ടുള്ള ഗമനങ്ങളാകട്ടെ, അവരുടെ തീരുമാനങ്ങളാകട്ടെ, ഇതെല്ലാം വചനത്തിന് വിരുദ്ധവും ദൈവനീതിക്ക് നിരക്കാത്തതുമാണ് എന്നുള്ള കാര്യം അത് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. പ്രത്യേകിച്ച് ഞാൻ ഇന്നൊരു 3 കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതൊന്ന്, നാം അറിഞ്ഞിരിക്കണം, നാം നമുക്കുള്ളവരല്ല. ദൈവം നമുക്ക് വേണ്ടിയല്ല നാം നിലകൊള്ളുന്നത്, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുക. മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്. അപ്പോൾ തന്നെ നാം സ്വർഗീയ പൗരന്മാരുടെ അവകാശികളാണ്. അയച്ച രാജ്യത്തിന് വേണ്ടിയാ സംസാരിക്കുന്നത്. നമ്മുടെ വേദനകളും നമ്മുടെ ബുദ്ധിമുട്ടുകളും മറ്റു രാജ്യക്കാരെ അറിയിക്കാൻ വേണ്ടിയല്ല. നാം ഏതു രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നുവോ ആ രാജ്യത്തിന്റെ അഭിമാനത്തെ മാനിച്ച് ആ രാജ്യത്തിന്റെ അഭിമാനം നിലനിർത്തേണ്ടതിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പം അയച്ച രാജ്യം നമ്മള് ആ രാജ്യത്തിന്റെ പ്രതിനിധികളായി, ആ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നവരായി, ആ രാജ്യത്തിന്റെ നിയമത്തെ അനുസരിച്ച്, ആ രാജ്യത്തെ അനുസരിച്ച് സംസാരിക്കുന്നവരായി തീരണം എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ കാര്യം, അയച്ച രാജ്യവും ഒരു രാജാവും ഈ അയക്കപ്പെട്ട വ്യക്തിയുടെ മേൽ വലിയ ഉത്തരവാദിത്വമുള്ളവരാണ്. കാരണം അവന്റെ ഉത്തരവാദിത്വം, അവന്റെ മേലുള്ള സകല ഉത്തരവാദിത്വവും അയച്ച രാജ്യത്തിനുണ്ട് ഈ ലോകപ്രകാരം. അങ്ങനെയെങ്കിൽ നമ്മെ സഭയെ നിയന്ത്രിക്കുവാൻ, സഭയെ നേരെ കൊണ്ടുപോകുവാൻ, സഭയെ ലീഡ് ചെയ്യുവാൻ ഒരു ഇടയനാക്കി, ഒരു അധ്യക്ഷനാക്കി തിരഞ്ഞെടുത്തിരിക്കുന്നുവെങ്കിൽ നമ്മുടെ മേലുള്ള സകല ഉത്തരവാദിത്വവും ഏറ്റെടുക്കുവാൻ ഒരു രാജ്യമുണ്ട് എന്നുള്ള ഓർമ്മ നമ്മെ ഭരിക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉൽപ്പത്തി 15-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ യഹോവ ഇങ്ങനെ അരുളിച്ചെയ്യുക, താന് കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് ഒരുവനെ വിളിച്ച്
ശുശ്രൂഷ ഏൽപ്പിക്കുക. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കും ദേശത്ത് പോകണം എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ താനിടയ്ക്ക് ചില പരാജയങ്ങളും പതർച്ചകളും ഒക്കെ തനിക്കുണ്ടായി. താൻ ഒരു ഇറങ്ങിപ്പോക്ക് നടത്തി. ഇങ്ങനെയുള്ള പരാജയങ്ങൾ തനിക്കുള്ളപ്പോഴും ദൈവം പറയുകയാണ്, അബ്രാഹാമിനോട് പറയുന്ന വാക്കാണ് ഞാനിവിടെ വായിക്കുന്നത്. അബ്രാഹാമേ, ഭയപ്പെടേണ്ട, നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. യഹോവ പറയുക, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഇങ്ങനെ ഒരു രാജാവ്, സർവശക്തനായ ഒരു നേതാവ് കൽപ്പിച്ച കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുന്ന അധ്യക്ഷന്മാരെന്ന് പറയുന്ന ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നാം ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ. നമ്മെ അയച്ച ഒരു രാജ്യമുണ്ട്, നമ്മെ അയച്ച ഒരു നേതാവുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മെ അയച്ച ഒരു രാജ്യം, ഒരു നേതാവ്. ആ രാജ്യം അല്ലെങ്കിൽ ആ നേതാവ് പറയുകയാണ്, അബ്രാഹാമിനോട് പറയുക, നീ ഭയപ്പെടേണ്ട. അപ്പൊ ഒന്നാമത് നമുക്ക് ആവശ്യം ഉള്ള കാര്യം തുറന്നു പറയുവാൻ. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ നാം ഭയപ്പെടേണ്ടവരല്ല. കാരണം സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, രാജാതി രാജാവായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെട്ടു പോകേണ്ട ഒരാവശ്യം ഈ ഭൂമിയിൽ നമുക്കില്ല എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെടേണ്ട. അബ്രഹാമേ, നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്റെ പരിചയമാണ്, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാണ്. പോരെ, ഞാനാണ് നിന്റെ പരിചയ, ഞാനാണ് നിന്റെ അതിമഹത്തായ പ്രതിഫലം. ഹല്ലേലൂയ. അയക്കപ്പെട്ടവന് ആരയച്ചോ അവൻ ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം അത് മനസ്സിലാക്കി ഈ ഭൂമിയിൽ അല്പകാലമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ സേവ ചെയ്യുന്നവരാകണം. നാം അതിന്റെ ഇടയനായി ദൈവം നമ്മളെ ആക്കി വെച്ച സ്ഥാനത്ത്, അധ്യക്ഷനായി ആക്കി വെച്ച സ്ഥാനത്ത് ഏതെങ്കിലും സ്വാർത്ഥത, മറ്റുള്ളവരെ തകർക്കുവാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഗൂഢപദ്ധതി, മറ്റുള്ളവനെ തരം താഴ്ത്തുന്ന വിധത്തിലുള്ള വർഗീയ മനോഭാവങ്ങൾ, മറ്റുള്ളവന്റെ അധികാരം നമ്മുടെ സ്വന്തക്കാരായിരിക്കുന്നവർക്ക് കൊടുക്കേണ്ടതിന് വേണ്ടി എന്തെങ്കിലും തന്ത്രങ്ങൾ മെനഞ്ഞാൽ ഒരിക്കലും അതിന് കണക്ക് പറയാതെ വരില്ല. ധാരാളം അനുഭവങ്ങൾ എനിക്ക് ഈ സംഘടനാ സംബന്ധമായിട്ട് ധാരാളം അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി ഞാൻ കണ്ടും കേട്ടുമൊക്കെ വന്നതാണ്. ധാരാളം പേരുടെ അനുഭവങ്ങൾ വെല്ലുവിളിച്ച പലരും ഒടുവിൽ പരാജയപ്പെട്ട് പതറിപ്പോയ 100 അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ സത്യ സന്ദേശം വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു അധ്യക്ഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ള ഈ വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നതിന്റെ ഉദ്ദേശവും അധ്യക്ഷന്മാരായിട്ടുള്ള ഒരു മര്യാദയ്ക്ക് പോകാൻ കഴിയുമെങ്കിൽ പോകട്ടെ എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ്. ഹല്ലേലൂയ. ദൈവം ആരുടെ മുഖം നോക്കുന്നില്ല. ദൈവം മുഖപക്ഷമുള്ള ദൈവമല്ല. അവൻ നീതിയോടെ ന്യായം വിധിക്കുന്നവനാണ്. ദൈവനീതി വിട്ടുള്ള പ്രവർത്തന ശൈലിയാണ് നിന്റെ അധ്യക്ഷതയിലൂടെ നീ നിറവേറ്റുന്നതെങ്കിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ബൈബിൾ കഴിഞ്ഞ നാളുകളിലുള്ള ചില സംഭവങ്ങൾ വ്യക്തമായി വിളിച്ചറിയിക്കുന്നു. കൂടുതലും നകളിച്ചിട്ടുള്ളവരെയൊക്കെ അടിച്ച് തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. നിഗളികൾക്കൊന്നും ദൈവസഭയിൽ അധ്യക്ഷനായിട്ടോ ഒരു പാസ്റ്ററായിട്ടോ ഇരിക്കാൻ യോഗ്യതയില്ല, അധിക നാൾ ഇരിക്കുകയുമില്ല. എല്ലാ നിഗളികളും
തകർന്നു പോകും. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കും. ഒരു അധ്യക്ഷന് ആവശ്യമില്ലാത്ത ഒരു ദുർസ്വഭാവമാണ് നിഗളമെന്ന്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തനിക്ക് വേണ്ടിയല്ല, തന്നെ അയച്ച രാജ്യത്തിന് വേണ്ടി വിശ്വസ്തമായിട്ട് സേവ ചെയ്യുന്നവരാണ് സ്ഥാനാപതികൾ എന്നുള്ള വസ്തുത നിങ്ങൾക്കറിയാം. ഇതുവരെ തെറ്റിയാണ് മുൻപോട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ എന്റെ ഈ ശബ്ദം കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങൾ ഈ നിമിഷം നിങ്ങളുടെ നിഗളത്തിന്റെ ആത്മാവ്, നിങ്ങളുടെ വർഗീയതയുടെ ആത്മാവ്, മറ്റുള്ളവനെ ഉപദ്രവിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്ന ഗൂഢമായിട്ടുള്ള ആ മേശയില്ലേ, ഗൂഢചിന്തകൾ, ഗൂഢമായി മറ്റുള്ളവനെ തരം താഴ്ത്താൻ വേണ്ടി നിങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതിയില്ലേ, അത് മുഴുവൻ ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഇന്ന് രാത്രികാലമാകട്ടെ, നിങ്ങൾ കേൾക്കുന്ന ഏതു സമയമോ അത് നിർത്തുവാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ സന്ദേശമാണ് ഞാൻ നിങ്ങളോട് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മളിപ്പോ ഒരു ഇലക്ഷൻ റിസൾട്ടൊക്കെ കഴിഞ്ഞ് അതിന്റെ ഫലനങ്ങളൊക്കെ നമ്മൾ ഫലങ്ങൾ കേട്ട് ഒക്കെ ഇരിക്കുന്നവരാണ്. പലരും പല കാര്യങ്ങൾ പ്രവചിച്ചു. രാഷ്ട്രീയ നേതാക്കന്മാര് 400-ലധികം കിട്ടുമെന്ന് പറയുന്നവർക്ക് കിട്ടിയില്ല. അതുപോലെ തന്നെ പല വിധത്തിലുള്ള വീരവാദം മുഴക്കി പലരും അവർക്ക് തൊലിക്കെട്ടി ഉള്ളത് കൊണ്ട് തലപൊക്കി നടക്കുന്നു. പക്ഷെ ആ തൊലിക്കെട്ടിയൊക്കെ ചേഞ്ച് തീരുന്ന ഒരു സമയം ഉണ്ടാകും. ആത്മീയ കോളത്തിൽ രാഷ്ട്രീയത്തെക്കാൾ വളരെ വെല്ലുവിളികൾ നടത്തിക്കൊണ്ടിരിക്കുക, രാഷ്ട്രീയത്തെക്കാൾ വളരെ മോശമായിട്ട് നമുക്കറിയാം. ഉദാഹരണമായിട്ട് ഒരാളെ നമ്മൾ ചിന്തിച്ചാൽ, ഡോക്ടർ KP യോഹന്നാൻ. അദ്ദേഹം ആദ്യകാലങ്ങളിൽ നമുക്കറിയാം, വർഷങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരുന്ന സന്ദേശങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാരെ മദ്യപാനത്തിൽ നിന്നും, മയക്കുമരുന്നിൽ നിന്നും, കുടുംബ തകർച്ചയിൽ നിന്നും, ആത്മഹത്യയിലും നിന്നുമൊക്കെ അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ വിടുവിച്ചിട്ടുണ്ട് എന്നുള്ളത് നിസ്സംശയം നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ പണം കൂടിക്കഴിഞ്ഞപ്പോൾ, അധികാരം വന്നു കഴിഞ്ഞപ്പോൾ, പണം നിലനിർത്താൻ വേണ്ടി, സമ്പത്ത് നിലനിർത്താൻ വേണ്ടി വളഞ്ഞ വഴിയിലൂടെ, അധികാരം നിലനിർത്താൻ വേണ്ടി എന്തെല്ലാം വഴിയിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു എന്ന് നമുക്കറിയത്തില്ലെങ്കിലും ദൈവത്തിനറിയാം. ഇതാണ് ഏതൊരു വ്യക്തിയും ആദ്യകാലങ്ങളിൽ വളരെ മാന്യമായും വളരെ സത്യസന്ധമായും പ്രവർത്തിച്ച് ഒടുവിൽ അവന്റെ അധികാരം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇനി ഒരുത്തനും എന്നെ ചോദ്യം ചെയ്യാൻ ഇല്ല എന്നുള്ള അഹങ്കാരം വന്നിട്ട് അവന്റെ പണം ദുർവിനിയോഗം ചെയ്യുകയും അവന്റെ അധികാരത്തിന് വേണ്ടി അധികാരത്തിൽ ഇരുന്നു കൊണ്ട് അവൻ കാണിക്കുന്ന സകലതും എന്നും നിലനിർത്താൻ കഴിയുമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അവിടെ തെറ്റുപറ്റി. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമാണ്. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. അവർ പണം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കുമെന്ന് അറിയുന്നില്ല. പണം വന്നു കഴിഞ്ഞാൽ, അധികാരം വന്നു കഴിഞ്ഞാൽ അത് നിലനിർത്താൻ വേണ്ടി ഇന്നുള്ള ഈ ലോകത്തിൽ അത് നിലനിർത്താൻ വേണ്ടി ഒത്തിരി വളഞ്ഞ വഴിയിലൂടെ പോയെങ്കിലേ പറ്റൂ. അധികാരം നിലനിർത്താൻ വേണ്ടി വളഞ്ഞ വഴി ഉപയോഗിക്കുന്നത് പോലെ നമുക്കറിയാവുന്ന ബന്ധുക്കോസ് പ്രസ്ഥാനങ്ങളിലൊക്കെ നമുക്ക് കാണത്തില്ലേ, ഇലക്ഷൻ വരുന്ന അവസരത്തിൽ അവരുടെ വാശിയും അവരുടെ പ്രസംഗങ്ങളും അവരുടെ ശൈലികളും ആൾക്കാരെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടിയുള്ള അവരുടെ ആ ഗൂഢാലോചനകളും ഗൂഢപദ്ധതികളും ഒക്കെ ഉയർന്നു വരുന്ന കാണുമ്പോൾ നമുക്കറിയാം ദൈവസഭയുടെ ഒന്നുമല്ല. ദൈവസഭയായിട്ട് ഒരു ബന്ധവുമില്ല. അവിടെ മറ്റവൻ കയറി അവന്റെ ഹൃദയത്തെ പന്താടിക്കൊണ്ടിരിക്കുക. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സ്നേഹിതരെ, അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ അറിയണം, എന്താ,
തനിക്ക് വേണ്ടിയല്ല, അയച്ച രാജ്യത്തിന് വേണ്ടി നിലകൊള്ളാൻ, യോഗ്യമായിട്ട് നിലകൊള്ളാൻ ഉറച്ച തീരുമാനമുള്ളവൻ മാത്രമേ ഇറങ്ങാവൂ. രണ്ടാമത്തെ കാര്യം എന്താ? അയച്ച ആ വ്യക്തിയുടെ, ആ സ്ഥാനാപതിയുടെ, അംബാസഡറിന്റെ ഉത്തരവാദിത്വം രാജ്യമാണ് ഉത്തരവാദിത്തത്തിന്റെ മേൽ. അവന്റെ മേൽ ഏത് പ്രശ്നം വന്നാലും ആ രാജ്യം നോക്കിക്കൊള്ളും എന്നുള്ള ബോധം ഉണ്ടായിരിക്കണം. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അബ്രഹാമിന്റെ കാര്യം എടുത്തു പറഞ്ഞത്. യഹോവയായത് അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്റെ പരിചയമാണെന്ന്. കർത്താവ് നമുക്ക് പരിചയമായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഭയപ്പെടാൻ? ഭയപ്പെടണം തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകും. ഹല്ലേലൂയ. യേശുക്രിസ്തു തന്നെ പറഞ്ഞില്ലേ, മത്തായിയുടെ സുവിശേഷം 20:4 വായിക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ പോയി അധ്വാനിച്ചു. എന്താ അവിടെ പറയുകയാണ്? ന്യായമായി തരാം എന്ന് അവരോട് പറഞ്ഞു. അവർ പോയി എന്നാണ്. അപ്പോൾ അധ്വാനിക്കുന്ന, ശുശ്രൂഷകൾ ചെയ്യുന്ന, അധ്യക്ഷത വഹിക്കുന്ന പാഷേഴ്സിനും അധ്യക്ഷന്മാർക്കും ന്യായമായിട്ട് തരാമെന്ന് വാക്ക് പറഞ്ഞു ഒരുത്തനും. അധികമായി കൈയിടാൻ നോക്കരുത്. അധികമായി കൈയിട്ട് വാരാൻ എന്തെങ്കിലും പദ്ധതികൾ ഒത്തിരി ഉണ്ടാവും, ഉണ്ടാകാതിരിക്കുകയില്ല. പല പദ്ധതികളുണ്ട്, പല ഫണ്ടുകളല്ലേ ഉണ്ടാകുന്നത്. ഈ ഫണ്ടുകളുടെ എല്ലാം പേരിൽ കമ്മീഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ കൈയിട്ട് വരാനുള്ള സാധ്യതകൾ പിശാച് ഒരുക്കി തരും. അതെല്ലാ സംഘടനയിലും ഉണ്ട്. ഞങ്ങളുടെ സംഘടന 100% ദൈവത്തിന്റെ വചനത്തിന് അനുകൂലമായിട്ട് തന്നെയാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്, നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സമ്പദ് കാര്യങ്ങളും എല്ലാം അങ്ങനെ തന്നെയാണെന്ന് പറയപ്പെടുവാൻ യോഗ്യമാണ്. ഞാൻ പറയുന്നതെല്ലാം വസ്തുനിഷ്ഠമായിട്ടുള്ള സംഗതിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു അംബാസഡറാണ് ദൈവ അധ്യക്ഷൻ, ദൈവികമായി ദൈവത്തിന്റെ ശുശ്രൂഷ ഏറ്റെടുക്കുന്ന ഒരു പാസ്റ്റർ എന്നറിയണം. ഹല്ലേലൂയ. എബ്രായ ലേഖനം 10:34 നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട്. സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത്, അതായിരിക്കണം നമ്മുടെ ഏക ലക്ഷ്യം. അതുകൊണ്ട് ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. എന്ന് പറഞ്ഞാൽ, ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവൻ രോഗം ഉണ്ടാകുകയില്ല, സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകുകയില്ല എന്നാൽ അല്ല അതിന്റെ അർത്ഥം. യഥാർത്ഥമായിട്ട് അവന് അത് പ്രയാസമല്ല. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞില്ലേ, ഞാൻ പട്ടിണി ഇരിക്കാനൊക്കെ ഞാൻ ശീലിച്ചിട്ടുണ്ട്. സമ്പത്തിൽ ആയിരിക്കാനും പട്ടിണി ഇരിക്കാനും ഒക്കെ എനിക്കറിയാം എന്നാ പൗലോസ് പറഞ്ഞത്. പൗലോസ് അത് അനുഭവിച്ചവനാണ്. പൈതാഹം എന്ന് പറഞ്ഞാൽ വിശപ്പും ദാഹവും അനവധി അനുഭവിച്ചവനാണ്. അപ്പൊ ദാരിദ്ര്യത്തിലിരിക്കുവാനും സമ്പത്തിലിരിക്കുവാനും എനിക്ക് നന്നായിട്ട് അറിയാം. അതിലൊന്നും താൻ ഇടറിപ്പോയില്ല, പതറിപ്പോയില്ല. ഏതെങ്കിലും ഒരു കസേര കിട്ടിയ അവിടെ തന്നെ അഹങ്കാരം കാണിച്ച് മറ്റുള്ളവന്റെ മുൻപിൽ നെഹളം കാണിച്ച് അഹങ്കാരിയായി പോകാൻ പൗലോസിന് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, എനിക്കതിന്റെ ആവശ്യമില്ലെന്നാ പറഞ്ഞത്. ബോധമുള്ളവൻ അങ്ങനെ പോകും മര്യാദയ്ക്ക്, പൗലോസിനെ പോലെ. അതുപോലെ പൗലോസ് പറഞ്ഞാൽ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ആ ചിന്ത പൗലോസ് പറഞ്ഞ ആ ചിന്ത ഇന്നത്തെ അധ്യക്ഷന്മാർക്കില്ല. ഞാൻ ആരെ ഈ പ്രസംഗം, സ്റ്റേജ് കിട്ടുമ്പോഴുള്ള പ്രസംഗം അന്യഭാഷയൊക്കെ കേട്ടാൽ എന്തോ ഭയങ്കര ആത്മീയമാണെന്ന് നമ്മൾ ചിന്തിച്ചു. എന്നാൽ കാട്ടിക്കൂട്ടുന്നതൊക്കെ എന്താ? നിഗളത്തിന്റെ ആത്മാവ്, വർഗീയതയുടെ ആത്മാവ്, സമ്പത്ത് ഏതെങ്കിലും വിധത്തിൽ തിരിമറിവ് ചെയ്യുവാനുള്ള ആത്മാവ്, എല്ലാ ചതിയുടെ ആത്മാവ്. എന്നാൽ പൗലോസ് പറയാ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവൻ ശക്തനാണെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ രണ്ടാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അംബാസഡർമാരെ വഴി നടത്തുന്ന പരിചയായി, മഹത്വമേറിയ അതിമഹത്തായ പ്രതിഫലമായി വഴി നടത്തുന്ന ഒരു രാജാവുണ്ട്, ഒരു രാജാതിരാജാവുണ്ട്. അതാണ് കർത്താവായ യേശുക്രിസ്തു.
പെട്ടെന്ന് മൂന്നാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിച്ചേ. മൂന്നാമതായിട്ട്, അയച്ച രാജ്യം എപ്പോൾ തിരിച്ചു വിളിച്ചാലും മടങ്ങിപ്പോകേണ്ടവരാണ് എന്നുള്ള ബോധം ഉണ്ടായിരിക്കണം. എന്റെ സ്നേഹിത, നീ ഇരിക്കുന്ന കസേര എന്നും നിനക്ക് അതിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ പറ്റില്ല. നിന്റെ കയ്യിലെ പണം എന്നും നിന്റെ പോക്കറ്റിൽ കാണില്ല. നിന്റെ കസേര തെറിച്ചു പോകും, നിന്റെ പണം പറന്നു പോകും. നിന്നെ വിളിക്കുമ്പോൾ നീ ആ കസേരയിൽ നിന്ന്, വിളിക്കേണ്ടവർ വിളിക്കുമ്പോൾ എഴുന്നേറ്റേ പറ്റും. ഹല്ലേലൂയ. ഇത്ര വർഷം ഞാൻ ജീവിച്ചിരിക്കും എന്ന് പറഞ്ഞ് പലരും ജീവിച്ചിരുന്നിട്ടില്ല. അപ്പോൾ എപ്പോൾ വിളിച്ചാലും, എപ്പോൾ തിരികെ വിളിച്ചാലും മടങ്ങി പോകാൻ ഒരുക്കമുള്ളവരായി, തയ്യാറായിട്ടുള്ളവരായി, നാം നമ്മുടെ സ്വന്തമല്ല, നമ്മുടെ രാജ്യത്തിനു വേണ്ടി, നമ്മുടെ നേതാവിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ് എന്നുള്ള ബോധമുണ്ടാകും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മളെ എല്ലാവരും വായിച്ച ഒരു വാർത്ത ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരാം. നമുക്കറിയാം, 23/5/24 എന്ന് പറഞ്ഞ കഴിഞ്ഞ ആഴ്ചത്തെ പേപ്പർ ഞാന് മനോരമ, കൊച്ചി മനോരമ എഡിഷനിലാണ് വായിച്ചത്. അവിടെ നോർവേ, ഐലൻഡ്, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ പലസ്തീൻ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാൻ കൂട്ടുനിന്നു. ഏതൊക്കെ രാജ്യമാ? നോർവേ, ഐലൻഡ്, സ്പെയിൻ. ഈ 3 രാജ്യക്കാർ പറഞ്ഞു പലസ്തീൻ സ്വതന്ത്ര രാജ്യമാക്കുന്നതിന് കൂട്ടുനിന്നു. ഉടനെ തന്നെ ഇസ്രയേൽ, അതിന്റെ അർത്ഥം ഈ ഹമാസിനോട് അനുകൂലപ്പെട്ടവർ നിൽക്കുകയാണ്. ഉടൻ തന്നെ ഇസ്രയേൽ എന്ത് ചെയ്തു? നമ്മൾ വായിച്ചു ആ പേപ്പറിൽ. നിങ്ങൾ 23/5/24 ഈ കഴിഞ്ഞ ആഴ്ചത്തെ പേപ്പർ നോക്കിയാൽ മതി, അതിൽ കാണാം. കാരണം ഇസ്രയേൽ എന്ത് ചെയ്തു? ഈ 3 രാജ്യങ്ങളിൽ നിന്ന് അംബാസഡർമാരെ തിരിച്ചു വിളിച്ചു. 3 രാജ്യങ്ങളിൽ നിന്ന് അവരുടെ അംബാസഡർമാരെ തിരിച്ചു വിളിച്ചു. എന്താ? അവിടെ ഈ അംബാസഡർമാർക്ക് നിന്നാൽ അത് അപകടം ചെയ്യും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ തിരിച്ചു വിളിച്ചു. ഏത് സമയത്തും ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് ഇവരും തയ്യാറാകുക, അവിടെയൊന്നും സംഭവിക്കാം. അതുകൊണ്ട് അവിടെ സുരക്ഷിതമല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഈ ലോകം സുരക്ഷിതമല്ല, ഈ ലോകം നമുക്ക് അനുകൂലമല്ല. ബൈബിളിൽ ഒരു ഭാഗം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, എബ്രായ ലേഖനം 11:38 ലോകം അവർക്ക് യോഗ്യം ആയിരുന്നില്ല. ലോകത്തിൽ വരുവാൻ പോകുന്ന പ്രശ്നങ്ങൾ തങ്ങളുടെ രാജ്യത്തിന് അനുകൂലമല്ല. അതുകൊണ്ട് ഇസ്രയേൽ ഏതു സമയത്തും നമ്മൾ ഇവിടുന്ന് കടന്നു പോകേണ്ടവരാ. ഒന്നെങ്കിൽ മരണം വഴിയായി, അല്ലെങ്കിൽ കർത്താവ് തന്റെ ഗംഭീരനാദം മുഴക്കുന്ന സന്ദർഭത്തിൽ. ഏതായിരുന്നാലും ഒരു സത്യം ശരിയാ, കൂടുതൽ നിഗളിച്ചും അഹങ്കാരിയായും ഒരു കസേര കിട്ടിയതിന്റെ പേരിൽ സമസൃഷ്ടങ്ങളായി ഒന്നിച്ചു നടന്നവരെ അധികാരത്തിന്റെ ഭ്രമം കാണിച്ച് കണ്ണുരുട്ടി കാണിക്കുന്നവരും, പണത്തിന്റെ മുഷ്കിൽ അഹങ്കരിക്കുന്നവരും, വർഗീയതയിൽ മുൻപോട്ട് പോകുന്നവരും അറിഞ്ഞുകൊള്ളുക, ഒരു ഉടയവനുണ്ട്, ഒരു രാജാവുണ്ട്, നിന്നെ ഇങ്ങോട്ട് ആക്കിയ ഒരുവനുണ്ട്. അവൻ വിളിക്കുമ്പോൾ മഹാനായ അലക്സാണ്ടർ 2 കൈയും പുറത്തേക്ക് നീട്ടി പോയതുപോലെ ചിലപ്പോൾ അതിനേക്കാൾ ഗതികെട്ട് പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവിന്റെ സ്ഥാനാപതികളാണ്. അഹങ്കരിക്കാൻ ഒന്നുമില്ല, നിഗളിക്കാൻ ഒന്നുമില്ല. നമ്മുടെ കരങ്ങളിൽ കസേരയൊക്കെ അത് തെറിച്ചു പോകും, നമ്മുടെ പോക്കറ്റിലെ പണമൊക്കെ അത് പാറിപ്പോകും. അതുകൊണ്ട് അഹങ്കരിക്കാതെ, നിഗളിക്കാതെ ദൈവസന്നിധിയിൽ
യഥാർത്ഥ ഒരു ഇടയനായിട്ട് പ്രവർത്തിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഇതിന്റെ തുടർച്ചയായിട്ടുള്ളത് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.